സമരനായകൻ, പാവങ്ങളുടെ പടത്തലവൻ ഒക്കെ നമുക്ക് വി എസിനെ പറയാം. വി എസ് യാത്രയായി. ഒരു കടലോളം ജനങ്ങളാണ് അദ്ദേഹത്തിനെ ഒരു നോക്ക് കാണാൻ വേണ്ടി എത്തിയത്. പക്ഷെ ഈ പറയുന്നത് പോലെ ഈ സ്നേഹത്തിന് കടലോളം സ്നേഹം വരുമ്പോഴും ഇതിനിടയ്ക്ക് ചില പുഴുക്കൾ ഉണ്ടാകുമല്ലോ. അത്തരത്തിൽ ഒരു പുഴുവിനെയാണ് ഇന്ന് പോലീസ് കൈയോടെ പൊക്കിയിരിക്കുകയാണ്. വേറൊന്നുമല്ല, വി എസിനെതിരെ ഒരു അധിക്ഷേപകരമായിട്ടുള്ള, അതും ഒട്ടും യോജിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു പോസ്റ്റ് ഇട്ട ഒരു അധ്യാപകനാണ്. അതായത് നഗരൂർ നെടുമ്പറമ്പ് സ്വദേശി ബി അനൂപാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലായിരിക്കും. അതും ഒരു അധ്യാപകനാണ്. എന്തോ ആയിക്കോട്ടെ, ചിലപ്പോൾ നമുക്ക് ഈ ചില ആശയങ്ങളോടോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തോടോ ഒക്കെ നമുക്ക് വിയോജിപ്പുണ്ടായിരിക്കാം. പക്ഷേ ഒരു മരണം എന്നതിനപ്പുറം ഒരു മനുഷ്യന് വേറൊന്നുമില്ലല്ലോ. ആ മരണത്തിൽ പോലും ഇത്തരം പുഴുക്കുത്തുകൾ ഉണ്ടല്ലോ എന്നുള്ളത്. അതിനപ്പുറം വി എസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരുപാട് ചിലപ്പോൾ ഒരു തെറ്റിനപ്പുറം അല്ലെങ്കിൽ മറ്റെന്തെല്ലാം നന്മകൾ അദ്ദേഹത്തിന് പറയാനുണ്ട്. പാവങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും അറിയാണ്ട് ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകൾ അത് ഒരു അധ്യാപകൻ ഇടുമ്പോൾ, അല്ല, ഈ അധ്യാപകൻ ചിലപ്പോൾ നാളെ വി എസിൻ്റെ ചരിത്രം സ്കൂൾ ക്ലാസ്സുകളിൽ പഠിപ്പിക്കേണ്ടവനാണ്. അപ്പോൾ കുട്ടികളുടെ അടുക്കൽ എന്ത് പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കും? തെറ്റായ വഴികളിലൂടെ പഠിപ്പിക്കുന്ന, യഥാർത്ഥത്തിൽ പോലീസ് കേസെടുക്കുകയല്ല, ജോലിയിൽ നിന്നും കൂടി പിരിച്ചുവിടണം. ഓർക്കുന്നുണ്ടോ, ഒരു തഹസീൽദാർ നമ്മുടെ അഹമ്മദാബാദിലെ പ്ലെയിൻ അപകടം അല്ലേ, അവിടെ മരിച്ച ഒരു മരണപ്പെട്ടു പോയ സ്ത്രീയെ വളരെ വൃത്തിഹീനമായിട്ട് രീതിയിൽ, വളരെ മോശപ്പെട്ട രീതിയിൽ ഇതെല്ലാം ഇതും ഏതെങ്കിലും ഒരു സഖാവായിരിക്കും, വേറൊരു പക്ഷത്ത് നിൽക്കുന്ന സഖാവായിരിക്കാം ചിലപ്പോൾ. അപ്പം അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് തന്നെ സസ്പെൻഡ് ചെയ്തില്ലേ? ഇത്തരത്തിലുള്ളവർക്ക് ആവശ്യമാണെന്നുള്ളതാണ്. വി എസ് എന്നൊക്കെ പറയുന്നത് ഇത് ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ചില ആശയങ്ങളോട് യോജിപ്പില്ലെന്നുണ്ടെങ്കിൽ അത് ഇന്ന കാരണങ്ങളാൽ ഇന്ന ആശയങ്ങളുമായിട്ട് ഞങ്ങൾക്ക് പൊരുത്തപ്പെടാൻ കഴിയില്ല എന്നുള്ള പോസ്റ്റിട്. ഇപ്പോൾ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണെങ്കിലും ഇന്ത്യയിലുള്ള 150 കോടി ജനങ്ങളും നരേന്ദ്രമോദിയെ അംഗീകരിക്കുന്നവരല്ലല്ലോ, എതിർക്കുന്നവരുണ്ടല്ലോ. വ്യക്തിയല്ല, ആശയത്തെയാണ് എതിർക്കുക. ഇപ്പം ഭരണപക്ഷത്ത് തന്നെ വി എസിനോടൊപ്പമുള്ള പാർട്ടിക്കകത്ത് തന്നെ നമുക്കറിയാം, പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ എന്തോരം വി എസിനെ എതിർത്തിട്ടുണ്ട്. എം സ്വരാജ് പറഞ്ഞ വാക്കുകൾ ഒക്കെ നമ്മുടെ മുമ്പിൽ. പക്ഷേ പ്രതിപക്ഷത്ത് ഏറ്റവും കൂടുതൽ വി എസിനെ എതിർത്തവരുണ്ട്. BJP ഇത്തരത്തിലുള്ള നേതാക്കളെയൊക്കെ കണ്ടുപഠിക്കണ്ടേ? അവരൊക്കെ അദ്ദേഹത്തിനെ ഒരു നോക്ക് കാണാൻ വരികയും അദ്ദേഹത്തിനെ ആശയങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞ് ഒരു അനുശോചനം രേഖപ്പെടുത്തുകയും, ഇപ്പോൾ പോലും ഈ പറയുന്ന ജാതിഭേദ മതമന്യേ രാഷ്ട്രീയ ഭേദമന്യേ ആൾക്കാർ അദ്ദേഹത്തിനെ പറ്റി നല്ല കാര്യങ്ങൾ പറയുമ്പോൾ ഇത്തരത്തിലുള്ള, എനിക്ക് തോന്നുന്നു, അപൂർവമായിട്ട് എങ്ങനെയൊക്കെ ഇടൂ അല്ലേ? ഇല്ല, വി എസിനെ അധിക്ഷേപിച്ചതിൻ്റെ പേരിൽ എം സ്വരാജിനെ ശരിക്കും അറസ്റ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞായിരുന്നു. അന്നേ അറസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു. അല്ല, അന്ന് KB ഗണേഷ് കുമാർ എന്തായിരുന്നു പറഞ്ഞത്? KB ഗണേഷ് കുമാർ പിന്നെ ക്ഷമാപണമൊക്കെ നടത്തി. അത് പറഞ്ഞു, അത് സകല രാഷ്ട്രീയ അന്ന് ഉമ്മൻചാണ്ടി സഭയിൽ പറഞ്ഞു എഴുന്നേറ്റെന്ന്. ഒരു നേതാവിന് ചേർന്ന പ്രയോഗമല്ല താങ്കൾ നടത്തിയതെന്നുള്ള ഉമ്മൻചാണ്ടി എഴുന്നേറ്റെന്ന് പറഞ്ഞു. അതാണ് അന്നത്തെ നേതാക്കന്മാരെന്ന് പറയുന്നത്. ഉമ്മൻചാണ്ടിയുടെ നിലവാരം എന്ന് പറയുന്നത് വേറൊരു നിലവാരം. വി എസ് ഏറ്റവും കൂടുതൽ സമരം ഉമ്മൻചാണ്ടിക്കെതിരെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അവരുടെ ആശയങ്ങൾ തമ്മിൽ അടിച്ച് അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു പരിഹാരം കണ്ടെത്തുമ്പോഴാണല്ലോ നല്ലൊരു സർക്കാരും അല്ലെങ്കിൽ നല്ലൊരു ഭരണവും കാഴ്ചവെക്കാൻ പറ്റുന്നത്. ഇത് ഇന്നത്തെ പോലെ ധാർഷ്ട്യമല്ലല്ലോ, ഏകാധിപത്യ ഭരണമല്ലല്ലോ. അന്ന് പ്രതിപക്ഷം പറയുന്നത് കേൾക്കാൻ വി എസിന് പറ്റുമായിരുന്നു, അല്ലെങ്കിൽ വി എസ് പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ ഉമ്മൻചാണ്ടിക്ക് സാധിക്കുമായിരുന്നു. അന്ന് അവർ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. മാത്രമല്ല ഇവരുടെ യാത്രകൾ, ഞാൻ ഇന്നലെയും കണ്ടൊരു വീഡിയോ, കാറിൽ ഒരുമിച്ചുള്ള യാത്രകൾ. അപ്പോൾ ഒരു സൗഹൃദം അവരുടെ ഇടയിലുണ്ടായിരുന്നു. അതുപോലെ EMS ആണെങ്കിൽ EK നായനാർ, ഉമ്മൻചാണ്ടി, വി എസ് ഇവരൊക്കെ തമ്മിൽ ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അവർ ആശയങ്ങളോടാണ് പൊരുതിയിരുന്നത്, ആവശ്യങ്ങളോടാണ് സമരങ്ങൾ നടത്തിയിരുന്നത്, ജനങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ടാണ് അവർ സമരം ചെയ്തിരുന്നത്. ആ സമരങ്ങളൊക്കെ വിജയിച്ചിരുന്നു. അത് ഭരണപക്ഷത്തിന് പറഞ്ഞു കൊടുക്കത്തക്ക രീതിയിലും ഭരണപക്ഷം അത് കേൾക്കത്തക്ക രീതിയിലുമായിരുന്നു അന്നത്തെ ഈ ഭരണങ്ങൾ എന്ന് പറയുന്നത്, ഓരോ നേതാക്കന്മാരുന്നു. പക്ഷെ ഇന്നങ്ങനെയല്ല,
മറ്റ് അവർ കൂടിയിരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇന്ന് അങ്ങനെയല്ലല്ലോ. ഇന്ന് പ്രതിപക്ഷം പറയുന്ന എന്തെങ്കിലും നമ്മുടെ മുഖ്യമന്ത്രി കേൾക്കാറുണ്ടോ? ഒന്നും കേൾക്കാറില്ല. ആ കാലഘട്ടം കഴിഞ്ഞു. അതുകൊണ്ടാണല്ലോ അണികൾ തന്നെ ഇപ്പോൾ VSന്റെ അനുശോചനം രേഖപ്പെടുത്തുമ്പോൾ അണികൾ തന്നെ പറയുന്നു, കാലം അവസാനിച്ചു, VS പോയതോടെ തീർന്നു, പാർട്ടിയുടെ ഒരു അവസാന നേതാവാണ് എന്നുള്ളത് കൃത്യമായിട്ട് അണികൾ തന്നെ പറയുന്നുണ്ട്. VSനെ സ്നേഹിക്കുന്നവർ പറയുന്നുണ്ട്. അപ്പം നിരവധി പ്രശ്നങ്ങളാണ് VSനുമായിട്ട് നമുക്കറിയാം. അദ്ദേഹത്തിനെ തച്ചുടയ്ക്കാൻ അദ്ദേഹത്തിന്റെ പാർട്ടി തന്നെയായിരുന്നു മുന്നിട്ട് നിന്നിരുന്നത്. TPയുടെ കേസിത്തെ പോലും പാർട്ടിക്ക് വിപരീതമായിട്ടാണ് KK രമയെ പോയി കണ്ടതും. അന്ന് നമുക്കറിയാം, ആ ചിത്രങ്ങളിൽ കാണുമ്പോൾ കൈ കൂപ്പി തല കുമ്പിട്ടാണ് രമയുടെ മുമ്പിൽ നിന്നത്. ആ ഒരു VSനെ ഒരു പക്ഷേ ഇനി അങ്ങനെ ഒരു നേതാവിനെ നമുക്ക് കിട്ടില്ല അല്ലേ? അല്ല, അവിടെ ഗണേഷ് കുമാർ അന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് പിൻവലിക്കുകയുണ്ടായി. പക്ഷേ സ്വരാജ് പിൻവലിച്ചിട്ടില്ല. ഇപ്പോഴും അതിൽ ഉറച്ചു നിന്ന ആളാണ്. സല്യൂട്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അദ്ദേഹം. അദ്ദേഹത്തിനെയാണ് ശരിക്കും അറസ്റ്റ് ചെയ്യേണ്ടത്. കാരണം VSനെ ഇത്രത്തോളം അധിക്ഷേപിച്ചത്. VS പിന്നെ പാർട്ടിയിലേക്ക് വേണ്ടി കൈ ഉയർത്തുന്ന സമയത്ത് ഈ ജനിച്ചിട്ട് പോലുമില്ലല്ലോ. അങ്ങനെയുള്ള സ്വരാജാണോ VSന് നേരെ കൈ ചൂണ്ടി വർത്തമാനം പറയുന്നത്? VS എന്ന് പറയും EMSനോടൊപ്പവും EK നായനെ കൂടുതലും EMSനോടൊപ്പം ഇരിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനൊന്നും അന്ന് ജനിച്ചിട്ടില്ലെങ്കിലും ഈ പറഞ്ഞതുപോലെ അവരുടെ ആ ഒരു ഇത്. പക്ഷെ അതിൻ്റെയൊക്കെ തൊട്ട് പുറകെയാണ് പിണറായിയെ കൊണ്ടുവന്ന് VS ആണ് ഇരുത്തിയിരിക്കുന്നത്. അല്ലേ, ഒട്ടകത്തിന് മറ്റേ എന്തോ ഒരു സ്ഥലം കൊടുത്ത അവസ്ഥയായി പോയി VSന്. അപ്പം EMSനോടൊപ്പം ഉള്ള ഒരു സഹചാരിയായിട്ട് അല്ലെങ്കിൽ പ്രവർത്തകനായിട്ട് പോയിരിയ VSന് ആ ഒരു പാതയെ പിന്തുടർന്നിട്ടുള്ളൂ. ആ ഒരു ധൈര്യവും മനോധൈര്യവും, എങ്ങനെ ഭരിക്കണമെന്നും പാവങ്ങൾക്ക് വേണ്ടി എങ്ങനെ നിൽക്കണമെന്നും സമരം നടത്തണമെന്നുമൊക്കെയുള്ള കൃത്യമായ രൂപം അദ്ദേഹത്തിനുണ്ട്. ആ ഒരു ദാർശനികത. പിന്നെ എല്ലാം തികഞ്ഞ ഒരു വ്യക്തി ഒന്നും ആവാൻ നമുക്ക് ഒരു നേതാവിനും പറ്റില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ കാലം കഴിയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ അസ്തമിച്ചു. പക്ഷെ അദ്ദേഹത്തിന് എന്ത് ആശയങ്ങളോടും ആയിക്കോട്ടെ, ഇത്തരത്തിൽ അധിക്ഷേപിക്കുന്ന ഒരു അധ്യാപകൻ എന്ന് പറയുമ്പോൾ അറിയാലോ, സാറും ഒരു അധ്യാപകനാണ്, എല്ലാം അറിയാം. ഇപ്പം എന്നെക്കാളേറെ സാറിന് അറിയാം. നമ്മുടെ പ്രായം വെച്ച് VS എന്താണെന്നുള്ളത് കൃത്യമായിട്ടൊരു രൂപരേഖ സാറിന് അറിയായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അധ്യാപകൻ ഇങ്ങനെ അധിക്ഷേപിക്കുമ്പോൾ ഇദ്ദേഹം എത്തരത്തിലുള്ള കാര്യങ്ങളാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്? അല്ലേ, VSന്റെ ഈ സമരചരിത്രം ഒക്കെ തന്നെ ചരിത്രത്തിൽ രേഖപ്പെടുത്തും. അത് മാറ്റി നിർത്താനൊന്നും പറ്റത്തില്ല. ഇദ്ദേഹം ഒരു ചരിത്രാധ്യാപകനാണോ ഗണിതാധ്യാപകനാണോ എന്ന് നമുക്കറിയത്തില്ല. ചരിത്രാധ്യാപകനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ പഠിപ്പിച്ചേ പറ്റുകയുള്ളൂ. ഇപ്പോൾ ഗാന്ധിജിയുടെ ആശയങ്ങളോട് യോജിപ്പില്ലെന്ന് വിചാരിച്ച് ഗാന്ധിജിയെ പറ്റിയുള്ള പാഠഭാഗം വരുമ്പോൾ എന്ത് ചെയ്യും? ഗാന്ധിജിക്ക് എതിരായിട്ട് സംസാരിച്ചായിരിക്കുമോ കുട്ടികളെ പഠിപ്പിക്കുന്നത്? അതുപോലെ തന്നെ ആയിരിക്കുമല്ലോ കുട്ടികളുടെ ഇടയിൽ തെറ്റായ സന്ദേശം കൊടുക്കുന്നവരായി മാറുന്ന അധ്യാപകരാണ് ഇത്തരത്തിലുള്ള ഈ ഒരു പ്രധാന വ്യക്തിയെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പോസ്റ്റ് ഇടുകയും മറ്റും ചെയ്യുന്നത്. അല്ല, ഇതിനൊക്കെ തക്കതായ ശിക്ഷ കൊടുക്കണം എന്നുള്ളതാണ്. കാരണം ഇനിയും ഈ ഭൂമുഖത്ത് ഇതുപോലുള്ള വ്യക്തികൾ അപൂർവമായിട്ടെങ്കിലും ഉണ്ടാകുമല്ലോ. അവരെയും ഇത്തരത്തിൽ അധിക്ഷേപിക്കാൻ ഇത്തരക്കാരും മടിക്കത്തില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പണിഷ്മെൻ്റ് ഇവർക്കാണ് യഥാർത്ഥത്തിൽ ആവശ്യമെന്ന് പറയുന്നത്.